ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ക്ഷീണം, ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ഭാരമായി തോന്നുന്നത്, എല്ലാം ശരിയായിരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഒരു തളർച്ച. ഇതാണ് സുഹൃത്തുക്കളെ ബേൺ ഔട്ട് എന്ന അവസ്ഥയുടെ തുടക്കം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വളരെ ലളിതമായ ഒരു കാര്യമാണ്. ബേണിംഗ് ഔട്ട് പൂർണ്ണമായും പിടിക്കുന്നതിന് മുമ്പ് ദിവസവും വെറും 5 മിനിറ്റ് നിങ്ങൾക്ക് ചെറുതായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രാക്ടീസ് മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ ഊർജം തിരികെ കൊണ്ടുവരാനും മനസ്സിനെ ശാന്തനാക്കാനും ദിവസത്തെ കൂടുതൽ ഫലപ്രദമാക്കാനും സഹായിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പൊ വീഡിയോ അവസാനം വരെ എല്ലാരും കാണുക. ബേൺ ഔട്ട് എന്താണ്? പലരും കരുതുന്നത് ബേൺ ഔട്ട് എന്നത് വെറും ക്ഷീണം മാത്രമാണെന്നാണ്. പക്ഷേ അത് അതിനേക്കാൾ കൂടുതലാണ്. ഒരു ദിവസം വിശ്രമിച്ചാൽ മാറിപ്പോകുന്ന ക്ഷീണമല്ല ബേൺ ഔട്ട്. ദിവസങ്ങളായി, ആഴ്ചകളായി, ചിലപ്പോൾ മാസങ്ങളായി തുടരുന്ന മാനസികവും ശാരീരികവും തളർച്ചയാണ് ബേൺ ഔട്ട്. ഇത് വന്നാൽ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എളുപ്പത്തിൽ ദേഷ്യം വരും. മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പോലും ബോറായി തോന്നും. ചിലർക്ക് ഉറക്കം ശരിയാവില്ല, ചിലർക്ക് എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നും. അതുകൊണ്ട് ബേൺ ഔട്ട് വരുന്നതിന് മുമ്പ് തന്നെ അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഈ 5 മിനിറ്റിന്റെ പവർ എന്താണെന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്? വെറും 5 മിനിറ്റ് കൊണ്ട് ഇത് മാറ്റാൻ സംഭവിക്കാൻ പോകുന്നില്ല. സത്യത്തിൽ മനുഷ്യന്റെ തലച്ചോറിന് ഇടയ്ക്കിടെ ഒരു ചെറിയ ഇടവേള ആവശ്യമാണ്, അല്ലേ? നമ്മൾ ഫോണും കമ്പ്യൂട്ടറും ചാർജ് ചെയ്യാറുണ്ടോ? അപ്പോൾ നമ്മുടെ മനസ്സിനെയും റീചാർജ് ചെയ്യാൻ പലപ്പോഴും നമ്മൾ മറക്കുന്നു. ഈ 5 മിനിറ്റ് നിങ്ങളുടെ തലച്ചോറിന് ഒരു ചെറിയ വിശ്രമമാണ്. അതൊരു റിലാക്സേഷൻ ആണ്. അങ്ങനത്തെ ഒരു റിലാക്സേഷൻ ബട്ടൺ ആണ് നമ്മൾ നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സ്റ്റെപ്പ് 1 എന്താണെന്ന് നോക്കിയാലോ? നമ്മുടെ ഫോൺ മാറ്റി വെക്കുക. ആദ്യം ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. നിങ്ങളുടെ ഫോൺ സൈലന്റിലോട്ടാക്കുക. നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഓഫ് ചെയ്യുക. കാരണം ഓരോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്. സോ നോട്ടിഫിക്കേഷൻ കുറച്ചു നേരം ഓഫ് ചെയ്ത് വെക്കുക. 5 മിനിറ്റ് ലോകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളുടേത് മാത്രമാണ്. സ്റ്റെപ്പ് 2 ഡീപ്പ് ബ്രീത്തിങ്. ഇപ്പോൾ സുഖമായി ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ആഴത്തിൽ ശ്വാസം അകത്തേക്കും എടുക്കുക. 1 2 3 4 5 അങ്ങനെ കൗണ്ട് ചെയ്യുക. പിന്നെ 4 സെക്കൻഡ് വീണ്ടും പിടിച്ചു വെക്കുക. അതിനുശേഷം 4 സെക്കൻഡ് കൊണ്ട് പതുക്കെ പുറത്തേക്ക് നമ്മൾ ശ്വാസം പിടിക്കുകയും അകത്തോട്ട് വലിക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുക. ഇത് 5 മുതൽ 10 തവണ വരെ ആവർത്തിക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കാൻ തുടങ്ങും. മനസ്സ് പതുക്കെ ശാന്തമാകും. ആൻഡ് സ്റ്റെപ്പ് 3 മെന്റൽ റീസെറ്റ്. യെസ്, ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് എന്താണ്? ഒറ്റ കാര്യം മുന്നോട്ട് വയ്ക്കുക. ഈ ചെറിയ ചിന്ത പോലും മനസ്സിനെ സമ്മർദ്ദം കുറയ്ക്കും. ആൻഡ് സ്റ്റെപ്പ് 4 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ 3-4 കാര്യങ്ങൾ ഓർക്കുക. വളരെ വലിയ കാര്യങ്ങളാവേണ്ടതൊന്നുമില്ല. ഒരു നല്ലൊരു കുടുംബം, നല്ലൊരു സുഹൃത്ത്, ആരോഗ്യം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു നിമിഷം, നല്ലൊരു നിമിഷം, അത് മതി. നന്ദിയുള്ള മനോഭാവം സമ്മർദ്ദത്തെ കുറയ്ക്കുമെന്ന് പരമാവധി പഠനങ്ങൾ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ദ വർക്ക്ഔട്ട്. യെസ്, ബേൺ ഔട്ട് തടയാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് ശരീരത്തെ ചലിപ്പിക്കുകയാണ്. എല്ലാവരും ജിമ്മിൽ പോകാൻ ശ്രമിക്കാൻ കഴിയുന്നവരല്ല. അതുകൊണ്ട് ദിവസവും 5-10 മിനിറ്റ് വളരെ വേഗത്തിൽ നിങ്ങൾ നടക്കുക, എക്സസൈസ് ചെയ്യുക, പുഷപ്പ്, അങ്ങനെ നമ്മളെ കൊണ്ട് വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെറിയ ചെറിയ രീതിയിൽ ചെയ്യുക. ഈ ചെറിയ വർക്കൗട്ട് പോലും നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും ഒരു ഹാപ്പി ഹോർമോൺസ് വർദ്ധിപ്പിക്കും. അതോടെ മനസ്സും കൂടുതൽ ഊർജ്ജസ്വലമാകുന്നതാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ജീവിതത്തിൽ വിജയിക്കാൻ കൂടുതൽ ജോലി ചെയ്യുന്നത് മാത്രം മതിയല്ല, ശരിയായ സമയത്ത് വിശ്രമിക്കാനും അറിയണം. ബേൺ ഔട്ട് വന്നതിന് ശേഷം പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് ബേൺ ഔട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഇന്ന് മുതൽ ദിവസവും 5 മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്കായിട്ട് മാറ്റിവെക്കുക. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടി നിങ്ങൾ നന്ദി പറയുക.
കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങൾ തന്നെയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള മോട്ടിഫിക്കേഷൻ, സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോകൾക്കായി എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക് യു സോ മച്ച്.